ഹലോ, ഇന്ന് നമുക്ക് വർക്കിന് വന്നിരിക്കുന്നത് 2018 മോഡലൊരു സ്റ്റാൻഡേർഡാണ്. ഇത് അത്യാവശ്യം സർവീസ് ചെയ്ത് ഒരു ഷോറൂം കണ്ടീഷനാക്കി എടുക്കണം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ മെക്കാനിക്കൽ വർക്ക് കുറച്ചുണ്ട്. എൻജിൻ ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത് ക്ലച്ചൊക്കെ ഒന്ന് പണിയാനുണ്ട്. നമുക്ക് വർക്കിലോട്ട് കിടക്കാം. ഓക്കെ, ക്ലച്ചിൻ്റെ കവർ അഴിക്കാൻ നമുക്ക് 8-ൻ്റെ ബോൾട്ട്സ് ഉണ്ട്, സുഖമായിട്ട് അഴിച്ചെടുക്കാൻ കിട്ടും. ആകെ നമുക്ക് എൻജിൻ ഓയിൽ കിട്ടിയിരുന്നുണ്ടോ, 1/2 ലിറ്റർ പോലും ഇല്ല. ഒന്ന് ക്ലച്ച് ഓയിലും തീരെ കുറവാണ്. ഈ ക്ലച്ച് കവർ അയച്ചപ്പോൾ കണ്ടില്ലേ, എൻ്റെ അടിയിലൊരു വെള്ള കളർ പോലെ. അതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം അങ്ങനെ എൻജിൻ്റെ അകത്ത് ചെന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ വെള്ള കളർ കാണുന്നു. വെള്ളം ചെന്ന് കഴിയുമ്പോൾ പിന്നെ വണ്ടി ഓടാതിരുന്നാലും ഓയിൽ ഉറഞ്ഞു പോയാലും അങ്ങനത്തെ കളർ കാണാം നമുക്ക് കേട്ടോ. സ്പ്രിങ് അയക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. 10-ൻ്റെ ടീയോ അല്ലെങ്കിൽ 10-ൻ്റെ ബോൾട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അയക്കാൻ പറ്റും സ്പ്രിങ്. പക്ഷേ തിരിച്ച് സെറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടായിരിക്കും. അതിന് ബോൾട്ടിന് നീളക്കുറവായതുകൊണ്ട് അതിൻ്റെ ടെമ്പറേച്ചർ കാരണം നമുക്ക് ടൈറ്റ് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് നീളമുള്ള ബോൾട്ട് വല്ലതും ഇടുവാണെങ്കിൽ ഇതൊന്ന് 2 സൈഡ് പൊള്ളിച്ചിട്ട് അതിന് ശേഷം 10-ൻ്റെ ബോൾട്ട് സെറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ക്ലച്ച് കവർ ടൈറ്റ് ചെയ്തതിന് ശേഷം ആ പശ നല്ലോണം ഒന്ന് ഉണങ്ങാൻ സമയം കൊടുക്കണം. 2 മണിക്കൂറെങ്കിലും കുറഞ്ഞ് കൊടുക്കണം. അതിന് ശേഷം ഓയിൽ ഒഴിക്കാവുള്ളൂ, ഇല്ലേ ഓയിൽ ലീക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ എൻജിൻ ഓയിലാണ് ഒഴിക്കുന്നത്. ഈ വണ്ടിയുടെ സൈലൻസറിൻ്റെ ബെൻഡ് പൈപ്പിലൊക്കെ കുറച്ച് തുമ്പുണ്ടായിരുന്നു, അതൊക്കെ നമ്മളൊന്ന് നിക്കൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കസ്റ്റമർ ഷോറൂം കണ്ടീഷനാക്കണം നമ്മളോട് പറഞ്ഞ വണ്ടി. മെക്കാനിക്കൽ സൈഡ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. നമ്മൾ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം ടച്ച് ആൻഡ് പോളിഷ്, അതുപോലെ തന്നെ പ്ലേറ്റിങ്, അതുപോലെ തന്നെ PPF അത്യാവശ്യം ചെയ്ത് വണ്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫിനിഷിങ് ലുക്ക്.